നമസ്കാരം. ഭഗവത്ഗീതയിൽ പറയുന്നു, ഏതൊരു തപസ് മറ്റുള്ളവരിൽ നിന്ന് സൽക്കാരവും മാനവും പൂജയും ലഭിക്കാനായി പൊങ്ങച്ചത്തോടെ ചെയ്യപ്പെടുന്നുവോ, നിഷ്ഠയും വ്യവസ്ഥയും ഇല്ലാത്ത അത് തപസ്സാകുന്നില്ല എന്ന്. സൽക്കരിക്കുന്നതും പൂജിക്കുന്നതുമെല്ലാം നല്ല കാര്യങ്ങൾ തന്നെ. എന്നാൽ അതിൽ കൂടി മേന്മ നേടണമെന്ന് ബോധപൂർവം ചിന്തിച്ച് അതിൽ കൂടി തൻ്റെ പ്രഭുത്വ പ്രകടനം നടത്തുമ്പോൾ അത് ശ്രേഷ്ഠമാകുന്നില്ല എന്ന് മാത്രമല്ല, നിന്ദ്യമായി ഭവിക്കുകയും ചെയ്യുന്നു. തപസ് എന്നതിന് ബുദ്ധിമുട്ട് സഹിക്കുക എന്നും അർത്ഥമുണ്ട്. ശാസ്ത്രീയമായി പുതിയ അന്വേഷണത്തിനും കണ്ടുപിടുത്തത്തിനും വേണ്ടി കഷ്ടപ്പെടുന്നതിനെയും തപസ് എന്ന് തന്നെ പരിഗണിക്കാവുന്നതാണ്. തൻ്റെതായ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതൊന്നും തപസ്സാവില്ല. സഹജീവികളുടെ നന്മയ്ക്കും ഒപ്പം ആത്മശുദ്ധിക്കുമായി കഷ്ടപ്പെടുന്നതിനെയും തപസ് എന്ന് പറയാം. തനിക്ക് വേണ്ടിയല്ലാതെ അപരന്റെ സുഖത്തിനും സന്തോഷത്തിനുമായുള്ള എല്ലാ പ്രാർത്ഥനയും തപസ്സായി മാറുകയും ചെയ്യുന്നു. ശുഭദിനം.